അടുത്ത് തരികയാണ്, കുട്ടികളായില്ല എന്ന് പറഞ്ഞു വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരോട് പറയണം എന്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളാവുന്നില്ല. അപ്പോൾ അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ അവർക്കൊരു അൾട്രാസൗണ്ടാണ് ചെയ്യുക. മെയിൻലി വെജൈനൽ അൾട്രാസൗണ്ടാണ്. നമുക്കിവിടെ 3D അൾട്രാസൗണ്ട് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് അവരുടെ ഗർഭപാത്രം, അണ്ടാശയം, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറ്റും. പിന്നെ ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ബീജത്തിൻ്റെ കൗണ്ട്, മോർഫോളജി, മോട്ടിലിറ്റി, ചലനശേഷിയെല്ലാം നോക്കുക. പിന്നെ അവർക്ക് ട്യൂബ്സ് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിന് 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് HSG അല്ലെങ്കിൽ ഹിസ്റ്റോസാൽപിഞ്ചോഗ്രാഫി, പിന്നെ SSG സലൈൻ സോണോസാൽപിഞ്ചോഗ്രാഫി. ഈ 2 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതിൽ നമുക്ക് അവരുടെ ട്യൂബുകൾ പ്രവർത്തനക്ഷമമാണോ എന്നറിയാൻ പറ്റും. പിന്നെ ഇതിലെന്തെങ്കിലും പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവർക്ക് വേറെ ടെസ്റ്റുകളാണ്. ഇത് കൂടാതെ ഹോർമോണൽ പ്രൊഫൈൽസും ഉണ്ട്. ഹോർമോൺ ടെസ്റ്റുകളും ചെയ്യും. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാം, പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വേറെ അവരുടെ സിംറ്റം വൈസ് വെച്ചിട്ട് നമുക്ക് വേറെ ടെസ്റ്റുകളും സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില കേസിൽ നമുക്ക് അവർക്ക് ഹിസ്ട്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി ആവശ്യമില്ല. എസ്പെഷ്യലി എൻഡോമെട്രിയോസിസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ബ്ലോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. അല്ല ഇപ്പോൾ 3D സ്കാനിൽ അവരുടെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും പ്രോബ്ലം കണ്ടിട്ടുണ്ട്, അവർക്ക് ചെറിയ മുഴകളുണ്ട്, അല്ലെങ്കിൽ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ഗർഭം ധരിക്കാത്തത്. അപ്പോൾ സാധാരണ രീതിയിൽ ഗർഭം ധരിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, രണ്ടാമത്തെ എൻഡോമെട്രിയോസിസ്, മൂന്നാമത്തെ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, പുരുഷൻ്റെ ബീജത്തിലുള്ള കുഴപ്പങ്ങൾ കൊണ്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി, നാലാമത്തത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. നമുക്ക് കറക്റ്റായിട്ട് ഈ ആദ്യത്തെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് പറയാൻ കഴിയുന്നില്ല അവർക്ക് എന്താ പ്രോബ്ലം ഉള്ളതെന്ന്. അത് ഈ ബീജത്തിൻ്റെ അണ്ടത്തിൻ്റെയും കൂടുതൽ ഇൻട്രിക്കേറ്റ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായ പ്രോബ്ലംസ് കൊണ്ട് വരാവുന്ന ഒരു കാരണമാണത്. പിന്നെ ഉള്ളത് പുവർ ഓവേറിയൻ റിസർവ്, അതായത് സ്ത്രീയുടെ അണ്ടത്തിൻ്റെ നമ്പർ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഇത് രണ്ടും കുറഞ്ഞ, അത് പ്രായമായതുകൊണ്ട് കുറയാം, അല്ലെങ്കിൽ അവർക്ക് പ്രീവിയസ്ലി എന്തെങ്കിലും സർജറീസ് ഉണ്ടായതുകൊണ്ടും അത് കുറയാം. അപ്പോൾ ഈ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾക്കൊരു വിശകലനം ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്, ഇതാണ് നിങ്ങൾക്കുള്ള പ്രോബ്ലം. ഇനി ഇതിനനുസരിച്ച് നമ്മൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതെല്ലാം ട്രീറ്റ്മെൻറ്റ് അവർക്ക് അവൈലബിൾ ആണ്, ഏതെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവർക്ക് സക്സസ് കിട്ടും, ഓരോ ട്രീറ്റ്മെൻറ്റിൽ അവർക്ക് എത്ര ശതമാനം വിജയ ശതമാനം അവർക്ക് പ്രതീക്ഷിക്കാം, എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റ് പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് മാസം അണ്ടോൽപാദനം ഉണ്ടാകണില്ല എന്നുള്ളൊരു കാരണമാണ് അവിടെ വരുന്നത്. സാധാരണ ഒരു സ്ത്രീ 14ാമത്തെ ദിവസം അണ്ടോൽപാദനം ഉണ്ടാകുന്ന 22ാമത്തെ ദിവസം മെൻസസ് വരുന്നു. പക്ഷേ ഇവർക്കിപ്പോൾ അങ്ങനെ കൃത്യമായ രീതിയിലുള്ള അണ്ടോൽപാദനം ഉണ്ടാവില്ല. ഇത് പല ഗ്രേഡ് ഉണ്ടാവും. മൈൽഡായിട്ടുണ്ടാവും, മോഡറേറ്റ്, സിവിയർ ഉണ്ടാവും. മൈൽഡ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം മതി. അതായത് അവരുടെ ഭക്ഷണ രീതി കുറച്ച് ക്രമീകരിക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ, അതായത് അണ്ടോൽപാദനം ഉണ്ടാവാൻ കുറച്ച് ടാബ്ലറ്റ്സ് കൊടുത്താൽ മാത്രം മതി. അതിൽ കുറച്ചും കൂടെ സിവിയർ കേസിലാണെങ്കിൽ നമ്മൾ അവർക്ക് ടാബ്ലറ്റ് മാത്രം പോരാ, അവർക്ക് ഗൊണാഡോട്രോഫിൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷന് വേണ്ടി വരും. ഇതെല്ലാം ചെയ്തിട്ട് അവരായിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും. അതായത് അടുത്ത പ്രൊസീജിയറിന് അതായത് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അവർക്ക് ഓവറിൻ ഡ്രില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് IVFലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് അവരുടെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം. രണ്ടാമത്തെ കോസ് വരുന്നത് എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിസ് അത് 3 ഗ്രേഡിൽ വരാം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലത്തെ ഒരു പാളിയാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പുറത്തായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. യൂഷ്വലി അത് ഓവറീസിലാണ് ഉണ്ടായി ഒരു മുഴ പോലെ വരും. ഇതിനാണ് എൻഡോമെട്രിയൽ സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. അതായത് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് മെൻസസ് വരുമ്പോൾ ഈ അസുഖം കൂടി പോകും. ഇതിൻ്റെ മെയിൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെയുള്ള പ്രോബ്ലം കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ട്യൂബ്സെല്ലാം എല്ലാ ട്യൂബ്സോ ഓവറീസോ എല്ലാം
പറ്റി പിടിക്കുക, അല്ലെങ്കിൽ എല്ലാം ഒരു അഡിഷൻ വന്നിട്ട് നോർമൽ അനാറ്റമി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റോർട്ടഡ് ആയി പോകും എൻഡോമെട്രിയോസിസിൽ. അപ്പോൾ മൈൽഡ് എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ജസ്റ്റ് ഓവുലേഷൻ ഇൻഡക്ഷൻ ഉണ്ടാക്കും. മൈൽഡ് എൻഡോമെട്രിയോസിസ് അവർക്ക് ട്യൂബ് ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു സൈഡിൽ മാത്രമേ ഇതുണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ സാധാരണ ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്ത് ട്യൂബ് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ സിവിയർ എൻഡോമെട്രിയോസിസ് ആണ്, എസ്പെഷ്യലി പ്രീവിയസ് സർജറീസ് കഴിഞ്ഞ ഒരു എൻഡോമെട്രിയൽ സിസ്റ്റിന് ഒരു സർജറി ആയ ഒരു പേഷ്യൻറ്റിന് ഈ സാധാരണ ട്രീറ്റ്മെൻറ്റ് മതിയാവില്ല, അവർക്ക് IVF വേണ്ടി വരുമായിരിക്കും. പിന്നെ ഉള്ള കണ്ടീഷൻ പറഞ്ഞാൽ മൂന്നാമത്തത് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി. മെയിൽ ഫാക്ടർ എന്ന് വെച്ചാൽ പുരുഷൻ്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ അത് പല ഗ്രേഡുകൾ വരാം. നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 60 മുതൽ 120 മില്യൺ ആണ്. പക്ഷേ ഒരു 15 മില്യൺ ഉള്ള ആൾ അറ്റ്ലീസ്റ്റ് ഒരു 39% മോർട്ടിലിറ്റി, ഒരു 4% മോർഫോളജി ഉള്ളവർക്ക് സാധാരണ ഒരു വർഷം ഭാര്യയുടെ കൂടെ ഒന്നിച്ച് താമസിച്ച് ഗർഭം ധരിക്കാൻ കഴിയും. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മളിവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മോർ ദാൻ 15 മില്യൺ ഉള്ള പേഷ്യൻസ് നമുക്ക് സാധാരണ ട്രീറ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് ചെറിയ മരുന്ന് കൊടുക്കുക, ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ് ചെയ്യുക, ഓവുലേഷൻ ഇൻഡക്ഷൻ മരുന്ന് കൊടുത്ത് ചെയ്താൽ അവർ ഗർഭം ധരിക്കും. പക്ഷേ 10 to 15 മില്യൺ അല്ലെങ്കിൽ മേ ബി ഒരു 5 to 15 മില്യൺ ഉള്ളുവെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചും കൂടെ കാര്യമായി ചികിത്സിക്കേണ്ടി വരും. യൂഷ്വലി നമ്മൾ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ IUI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. IUI എന്ന് പറഞ്ഞാൽ അണ്ടോൽപാദനത്തിൻ്റെ ഭാര്യയ്ക്ക് ടാബ്ലറ്റ് കൊടുക്കുക, ട്യൂബ്സ് ബ്ലോക്ക് ഇല്ല എന്ന് ഉറപ്പാക്കുക, ഹസ്ബൻഡ് മിനിമം 10 മില്യൺ സ്പേം ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഇതിന് ശേഷം നമ്മൾ അണ്ടോൽപാദനം ഉണ്ടാകുന്ന ടൈമിൽ ഭർത്താവിൻ്റെ ബീജം എടുത്തിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗർഭം ധരിക്കാനുള്ള സാധ്യത 10 മുതൽ 15% ഉള്ളൂ. പക്ഷേ അധികം പ്രായമാകാത്ത ദമ്പതികൾ, പിന്നെ ഒരു കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ, അങ്ങനെയുള്ളവർക്ക് മൈൽഡ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതായത് ഒരു 10 മുതൽ 12 മില്യൺ ബീജമുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഇതിൽ കൂടെ ഗർഭധാരണം കിട്ടും. അപ്പോൾ പിന്നെ ഉള്ളത് ഈ ലെസ് ദാൻ 5 മില്യൺ ഉള്ള ആൾക്കാരാണ്. ലെസ് ദാൻ 5 മില്യൺ ഉള്ള ആൾക്കാർക്ക് നമുക്ക് IUI ചെയ്താൽ അവർക്ക് ഫലം കിട്ടണമെന്നില്ല. കൗണ്ട് ലെസ് ദാൻ 5 മില്യൺ, ചലനശേഷി കുറവുള്ളവർ, മോർഫോളജി മോശമുള്ളവർ, ഇവർക്കൊന്നും ഈ IUIയിൽ ഫലം കിട്ടില്ല. അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് IVF ആണ്. IVF ചികിത്സയിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് 10 ദിവസത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഫീമെയിൽ പാർട്ട്ണറിന്, അതായത് ഭാര്യയ്ക്ക് 10 ദിവസത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുക. അവരുടെ അണ്ടം വലുതായി കറക്റ്റ് സൈസ് ആകുമ്പോൾ അവർക്ക് ചെറിയൊരു അനസ്തീഷ്യ കൊടുത്തിട്ട് നമ്മുടെ സ്കാനിങ് മെഷീൻ്റെ വെജനൽ പ്രോബിന് ഒരു ചെറിയ സൂചി ഘടിപ്പിച്ചിട്ട് ഓരോ എഗ്ഗായിട്ട് നമ്മൾ പുറത്തേക്ക് ആസ്പിറേറ്റ് ചെയ്തെടുക്കും. ഇത് അനസ്തീഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്, ഇതിന് പെയിൻ ഒന്നുമില്ല. ഈ ഓരോ എഗ്ഗ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് ഓരോന്നിലേക്കും ഹസ്ബൻഡിൻ്റെ ബീജം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം. ഈ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ICSI. ഇത് നെക്സ്റ്റ് ഡേ ഫെർട്ടിലൈസ് ആയി ഭ്രൂണമായി. ഭ്രൂണം ഡേ 3 മൂന്നാമത്തെ ദിവസം അത് 8 സെൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഡേ 5 ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇതിനാണ് ഈ ICSI പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യത 50 മുതൽ 60%. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് മെയിൽ ഫാക്ടർ ഉണ്ട്, എസോസ്പെർമിയ. എസോസ്പെർമിയ എന്ന് വെച്ചാൽ തീരെ ബീജം ഇല്ലാത്ത ഒരവസ്ഥ, അതായത് പുറത്തേക്ക് ബീജം വരുന്നില്ല. ഇത് 2 കണ്ടീഷൻ കൊണ്ടുണ്ടാവും. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയ, അതായത് ബീജം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. രണ്ടാമത് നോൺ ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയ, ഇവിടെ വൃഷണത്തിൽ ബീജം പ്രൊഡക്ഷൻ തന്നെ നടക്കുന്നില്ല. ഈ ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയയിൽ ബീജം പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ICSI ചെയ്യുന്നതിനായിട്ട് ബീജം എടുക്കാൻ ഇപ്പോൾ സ്ത്രീയുടെ അണ്ടം നമ്മൾ പുറത്തേക്ക് എടുത്തു, അതേസമയം പുരുഷന് മയക്ക് കൊടുത്തിട്ട് ഒരു അനസ്തീഷ്യ കൊടുത്തിട്ട് ഒരു സൂചി ടെസ്റ്റിസിലേക്ക് ഇട്ട് നമ്മൾ അവരുടെ ബീജം ആസ്പിറേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൽ ബീജം കിട്ടാനുള്ള സാധ്യത 90 to 95% ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് നമുക്ക് എന്തായാലും ബീജം കിട്ടും. ഈ ബീജം ഉപയോഗിച്ചിട്ട് നമ്മൾ ICSI ചെയ്യുക. ICSI ചെയ്ത് ഭ്രൂണമാകുമ്പോൾ തിരിച്ച് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുക. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇനിയുള്ളത് നോൺ ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയ. നോൺ ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയയിൽ വൃഷണം വളരെ ചുരുങ്ങിയതായിരിക്കും, അവരുടെ ഹോർമോൺ ലെവൽസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ ഒരു സൂചി ഇട്ടാലോ ചെറിയൊരു മുറി കൊടുത്താലോ അവരുടെ വൃഷണത്തിൽ നമുക്ക് ബീജം കിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് മൈക്രോടീസിയ. മൈക്രോടീസിയയിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് അവരുടെ അണ്ടം നമ്മൾ എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം 2 hours കഴിയുമ്പോൾ, അതായത് സ്ത്രീകളുടെ അണ്ടം ആസ്പിറേറ്റ് ചെയ്തെടുത്തു, 2 hours കഴിയുമ്പോൾ ഈ പുരുഷൻ അനസ്തീഷ്യ കൊടുത്തിട്ട് അവരുടെ എൻറ്റയർ ടെസ്റ്റിസ് നമ്മൾ തുറക്കണം. എന്നിട്ട് അവരുടെ അതിനകത്ത് ഈ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ട്യൂബ്യൂൾസ് അതിനകത്തുണ്ട്. ഈ ഓരോ ട്യൂബുകളിലും നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട്
എവിടെയാണ് ബീജം ഉള്ളതെന്ന് തപ്പിയെടുക്കേണ്ടി വരും. അതൊരു 3 to 4 hours പ്രൊസീജിയറാണ്. ഒരു 5-6 ബീജം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3-4 മണിക്കൂർ സർജനും എംബ്രിയോളജിസ്റ്റും അനസ്തറ്റിസ്റ്റും ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് മൈക്രോ ടി സി പറയുന്നത്. അപ്പോൾ ഈ നോൺ ഒബ്സ്ട്രക്റ്റീവ് ഓസ്റ്റിയോസ്പെർമിൽ ഓൾമോസ്റ്റ് 50% കേസിൽ നമുക്ക് ബീജം കിട്ടാൻ പറ്റും. ആ ബീജം ഉപയോഗിച്ച് എക്സ് ചെയ്താൽ ചാൻസ് ഓഫ് പ്രഗ്നൻസി അത് 30 to 40% ആണ്. അപ്പോൾ മുൻകാലങ്ങളിൽ തീരെ ബീജം ഇല്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു പ്രൊസീജിയറിലൂടെ ഒരു പാരൻ്റ് ആവാൻ സാധിക്കുകയാണ്. അപ്പോൾ അതാണ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയിലേക്കുള്ള വേരിയസ് ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെയുള്ളത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി മീൻസ് എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. സ്ത്രീകൾ ഓവുലേഷൻ കറക്റ്റ് ഉണ്ടാവും, ട്യൂബൽ പേറ്റൻസി നോർമലായിരിക്കും, മെയിൽ ഫാക്ടർ നോർമലായിരിക്കും. ഇങ്ങനത്തെ പേഷ്യൻസ് മീൻസ് ഒരു 2 or 3 years കഴിഞ്ഞു സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, IUI ചെയ്ത് നോക്കി ആയിട്ടില്ല, ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കി പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് അധികം വൈകാതെ IVF ചെയ്യുന്നതിൻ്റെ കാരണം കൂടുതൽ സൂക്ഷ്മമായ പ്രോബ്ലംസ് അവരുടെ അണ്ടത്തിലോ ബീജത്തിലോ ഉള്ളത് കൊണ്ടാണ് അവർ ഗർഭം ധരിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് അപ്രതീക്ഷിതമായ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ അണ്ടം എടുക്കുമ്പോൾ അത് തീരെ ഗുണമില്ലാത്തത്, അല്ലെങ്കിൽ ഫ്രജൈൽ ലൂസൈഡ്സ്, പെയിൽ ലൂസൈഡ്സ്, പിന്നെ ഫെർട്ടിലൈസേഷൻ ഫെയിലർ, ഇങ്ങനത്തെ പ്രോബ്ലംസും അവർക്കുണ്ടാകും. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ഗ്രൂപ്പാണ്. പിന്നെ വരുന്നത് പുവർ ഒവേറിയൻ റിസർവ്. പുവർ ഒവേറിയൻ റിസർവ് സ്ത്രീകൾക്ക് അണ്ടം വളരെ കുറവാകുന്ന ഒരു അവസ്ഥയാണ്. അത് യൂഷ്വലി ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ് വരിക. പ്രായമായ സ്ത്രീകൾ, എസ്പെഷ്യലി 37-38 വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ നമ്പർ കുറയും, ഗുണവും കുറയും. അതൊരു 40-41 വയസ്സ് കഴിയുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുണ്ടാകും. 41 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവരുടെ സ്വന്തം അണ്ടം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഡോണർ എഗ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഒരു ഡോണർ എഗിന് വേണ്ടിയിട്ട് ഇവിടെ ഊസൈഡ് ബാങ്ക് അവൈലബിൾ ആണ്. ഊസൈഡ് ബാങ്ക് മീൻസ് നമ്മൾ വേറെ അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാർ, കുട്ടികളുള്ളവർ, 25 years താഴെയുള്ള സ്ത്രീകളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരുടെ ഊസൈറ്റ് ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ പ്രായമായ സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങനെ വന്ന് ഇതാക്കിയാൽ നമുക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ബീജവും ഈ ഡോണർ ഊസൈറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ ഭ്രൂണം ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അവർ ഗർഭം ധരിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളത് സർവീസ് സർവീസസ് അവൈലബിൾ ആണ്. അതായത് ഗർഭപാത്രത്തിൽ കൂടുതൽ ഓപ്പറേഷൻ ചെയ്താൽ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ ജന്മന എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് ഗർഭപാത്രത്തിൽ ഗർഭം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളവർ, അവർക്ക് നമുക്ക് സർവീസ് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ IVFന് ഇൻഡിക്കേഷൻസ് ആർക്കെല്ലാമാണ് IVF വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പോളിസിസ്റ്റിക് ഓവറി എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു എന്നിട്ട് ഗർഭം ധരിക്കാത്തവർ, severe endometriosis, മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, ലെസ് ദാൻ 5 million sperms ഉള്ളവർക്ക്, പുവർ ഓവറിയൻ റിസർവ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ IVF ചെയ്യുന്നത്. IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് ലാബ് അവൈലബിൾ ആണ്. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡുലാർ ലാബാണ്. അപ്പോൾ ഇവിടെ ക്ലീൻ റൂം, ISO സർട്ടിഫൈഡ് ക്ലീൻ റൂം ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇപ്പോൾ ക്ലീൻ റൂം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് എൻവയൺമെൻ്റ് ആണ്. അവിടെ ഇപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. അവിടുത്തെ ടെമ്പറേച്ചർ, pH, ഹ്യൂമിഡിറ്റി, ഗ്യാസിൻ്റെ മിക്സർ, ഇതെല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉപയോഗിച്ചാണ് ഈ ക്ലീൻ റൂം ടെക്നോളജി നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭ്രൂണം നമുക്ക് സൂക്ഷിക്കാം, ഭ്രൂണം സൈറ്റ് എഗ്ഗും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് 3 ഇൻക്യുബേറ്റേഴ്സ് അവൈലബിൾ ആണ്. ICSI ചെയ്യാനായിട്ട് നർഷിക മൈക്രോ മാനിപ്പുലേറ്റർ, പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഇതെല്ലാം ചെയ്ത് കിട്ടുന്ന ഭ്രൂണം നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. എംബ്രിയോ ഫ്രീസിങ് എന്ന് പറയുന്നത്. എംബ്രിയോ ഫ്രീസിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായി വരുന്ന ഭ്രൂണങ്ങൾ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ എപ്പോഴും ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിനെക്കാട്ടിലും റിസൾട്ട് കൂടുതലാണ്. സോ ഊസൈഡ് ഫ്രീസിങ്ങിൻ്റെ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. എംബ്രിയോ ഫ്രീസിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. സ്പേം ഫ്രീസിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കാൻ മീൻസ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ട മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി. ക്യാൻസർ ഡയഗ്നോസ് ചെയ്തൊരു പേഷ്യൻറ്റ് മുന്നത്തെ പോലെയല്ല, ഇപ്പോൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട്സ് വളരെ നല്ലതാണ്.
അവരുടെ ജീവിത ദൈർഘ്യം വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി കൊണ്ട് ഇവരുടെ അണ്ടം ബീജം എല്ലാം നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ അണ്ടവും ബീജവും ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും അല്ലെങ്കിൽ ബോൺ ക്യാൻസർ, അതൊക്കെയാണ് സാധാരണ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ക്യാൻസേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എഗ് ഫ്രീസിങ് അല്ലെങ്കിൽ സെമൻ ഫ്രീസിങ് ഇവിടെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കരിയർ ഓറിയൻറ്റഡ് വുമൺസ്. ചില സ്ത്രീകൾക്ക് അവരുടെ ജോലി സംബന്ധമായി അവർക്ക് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഒരു കരിയർ സെറ്റിലായി വരുമ്പോഴത്തേക്കും അവരുടെ ഏജ് കൂടി 40-44 ഇയേഴ്സെല്ലാം ആയിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് മുന്നേ അവരുടെ എഗ് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. Indications of IVF, the main indication for IVF, first actually IVF was invented, or first it was started in case of tubal factor infertility, that both the fallopian tubes were damaged because of pelvic adhesions. And most important cause of pelvic adhesion is endometriosis, which is a condition in which the endometrial tissue is outside the uterine cavity in the ovarian tissue. So in this condition, whenever the patient is bleeding, along with the bleeding that occurs outside, the bleeding occurs in the pelvic cavity also, and this can cause adhesions and distorts the anatomy of the female pelvic cavity. And so because the tubes are distorted, the sperms cannot meet the oocyte, and so the pregnancy cannot happen. So the main first indication for IVF is tubal factor infertility. The other indications are Polycystic Ovarian syndrome, where all the other treatments have failed. Male factor infertility, when the sperm count is less than 5 million and the motility is less than 39%, morphology is less than 4%. In cases of unexplained infertility, where the preliminary investigations does not show a definite cause for infertility, and after they have waited for 2 or 3 years, and if the couple's age is more, we'll have to advise IVF in case of unexplained infertility. The fourth indication is diminished ovarian reserve. Means the lady does not have adequate number of eggs, or the quality of eggs is not good, especially in cases of